എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സമ്മറിൽ റയൽ മാഡ്രിഡിന്റെ ടീമിലെത്തിച്ച ആ ഒരു അർജന്റീൻ സൈനിങ് ആയിട്ടുള്ള റിവർ പ്ലേറ്റിന്റെ മണ്ണിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മസ്താൻ തുവാനോന്റെ റയൽ മാഡ്രിഡിലെ അവസ്ഥനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ ഒരു അടുത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആർബിയോള ഈ ഒരു ടീമിനെ ഏറ്റെടുത്തതിന് ശേഷം ഈ ഒരു മസ്താൻ തുവാനോന്റെ ആ ഒരു മിനിറ്റുകൾ എന്ന് പറയുന്നത് വളരെ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ആർബിയോളിന്റെ അണ്ടറിൽ ഏകദേശം 20-25 അണ്ടറിലാണ് അത്രയും മിനിറ്റ് മാത്രമേ സന്തുവാനോക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം സാബിന്റെ അണ്ടറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സാബിന്റെ അണ്ടറിൽ എൻട്രിക്ക് എങ്ങനെയാണോ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആർബിയോളന്റെ അണ്ടറിൽ മസ്താൻ തുവാനോന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ സാബിന്റെ അണ്ടറിൽ ഈ ഒരു മസ്താൻ തുവാനോന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി സാബി താരത്തിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമ്മറിൽ ക്ലബ് വേൾഡ് കപ്പിനൊക്കെ ശേഷം വന്ന് ഈ ഒരു ലീഗൊക്കെ തുടങ്ങിയപ്പോൾ ലീഗിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ റൈറ്റ് വിങ്ങിൽ ആ ഒരു റോഡ്രിഗോനൊക്കെ പിന്തള്ളിങ്ങാണ്ട് റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ളൊരു അവസരം സാബി ഈ ഒരു താരത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത് യങ്ങാണ്. അപ്പൊ നമുക്ക് അത് കൂടുതൽ കമ്പാരിസണിലേക്കൊന്നും പോകാൻ കഴിയില്ല. ചിലപ്പോൾ ഈ അടുത്ത സീസണിലൊക്കെ ആവും താരം തിളങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലോപ്പ് ആണോ അല്ലാന്നുണ്ടെങ്കിൽ പറയാൻ പറ്റൂല. അപ്പം ഈ ഒരു പ്ലെയറിലേക്ക് വരുന്നുണ്ടെങ്കിൽ സാബി ഫസ്റ്റത്തെ കുറച്ച് മത്സരങ്ങളിൽ നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു എക്സ്പെക്ട് ചെയ്ത ആ ഒരു പ്രകടനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കാം പിന്നെ സാബിന്റെ അണ്ടറിലും വലിയ കാര്യമായിട്ടുള്ള ആ ഒരു സ്റ്റാർട്ടർ ആയിങ്ങാണ്ടൊന്നും പരിഗണിക്കാതെ പിന്നെ ബെഞ്ചിൽ നിന്ന് വരുന്ന ഏകദേശം 60-65 ആ ഒരു ടൈമിൽ ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ ആയിങ്ങാണ്ട് ഈ ഒരു മസ്താൻ തുവാനോ മാറുകയാണ്. ഇതിലൊക്കെ തന്നെ ഗോൾ കോൺട്രിബ്യൂഷൻ ആണല്ലോ ഒരു ഫോർവേഡ്ക്ക് കൂടുതലായിട്ട് വേണ്ടത്. അപ്പം ആ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 ഗോളുകൾ മാത്രമാണ് ഇത്രയും കാലമായിട്ട് ഈ ഒരു മസ്താൻ തുവാനോ റയലിന് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു മസ്താൻ തുവാനോന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ താരം ഒരു അർജന്റീനനാണ്. ഈ ഒരു അർജന്റീനനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് 2026 വേൾഡ് കപ്പിൽ അവര് നല്ലൊരു ഹോപ്പ് കൽപ്പിക്കുന്ന ഒരു പ്ലെയറാണ് ഈ ഒരു മസ്താൻ തുവാനോ എന്ന് പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിലെമ്പാടും ഈ ഒരു റിവർ പ്ലേറ്റിൽ ഈ ഒരു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാകാം മസ്താൻ തുവാനോന്റെ മിനിറ്റുകൾ കുറഞ്ഞു വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു എൻട്രിക്കിനൊക്കെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അവിടെ ചാൻസസ് കിട്ടാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ 2 സ്റ്റാർട്ട് കിട്ടി അതിൽ 1-2 ഗോൾ കോൺട്രിബ്യൂഷൻ നേടിയെടുക്കാൻ എൻട്രിക്കിന് അവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മസ്താൻ തുവാനോന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ കുറെ അധികം മിനിറ്റുകൾ സാബി ഇയാൾക്ക് കൊടുത്തു. പക്ഷെ എങ്കിൽ പോലും ഇയാൾ ആ ഒരു പ്രതീക്ഷിക്കൊത്ത ആ ഒരു പ്രകടനം, ആ ഒരു ഔട്ട്പുട്ട് അവിടെ കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു മിനിറ്റൊക്കെ എൻട്രിക്കിന് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മസ്താൻ തുവാനോന്റെ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരത്തിന്റെ ആ ഒരു ഫസ്റ്റ് ടച്ച് തന്നെയാണ് പോളുള്ളത്. ആ ഒരു പാസ് വന്നാൽ ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് ടച്ച് എടുക്കണ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആ ഒരു ഫസ്റ്റ് ടച്ചിന്റെ പോക്കാണ്. പിന്നെ അതിനുശേഷം വരുന്ന ഡ്രിബിളിംഗ് ഒക്കെ ആള് പക്കയാണ്. പക്ഷെ ഡ്രിബിൾ ചെയ്ത് ലാസ്റ്റ് പാസ് കൊടുക്കാനാകുമ്പോഴത്തേന് ആകെ ബോക്സിലൊക്കെ ആളുകൾ എത്തി ആ ഒരു ടൈമിലാണ് പാസ് കൊടുക്കുക. ഇതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഇതാണ് നെക്സ്റ്റ് സീസണിൽ. പിന്നെ ആ ഒരു പ്ലെയറിന്റെ ഫിസിക്കൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പ്ലെയർ വന്നുകൊണ്ടൊന്ന് തള്ളിയ അവിടെ വിൽക്കും. നമുക്കറിയാം ആർദാ ഗുളറിന്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് ആ ഒരു മോഡലാണ്. ഇതൊക്കെ 2 സീസൺ കൊണ്ട് അല്ലെങ്കിൽ ഒരു സീസൺ കൊണ്ട് മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത് ഫ്ലോപ്പ് ആണെന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ആ ഒരു സക്സസ് ആണെന്നും പറയാൻ പറ്റൂല. ആ ഒരു ഇടയിലാണ്. എന്തായാലും അടുത്ത സീസണിലാകും ഈ ഒരു പ്ലെയറിന്റെ യഥാർത്ഥ വാല്യൂ റയൽ മാഡ്രിഡിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു പ്ലെയർ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് ടച്ചൊക്കെ ഇമ്പ്രൂവ് ആയി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഫിനിഷിംഗ് ഒക്കെ സെറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ റയലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹോപ്പിലൊരു പ്ലെയറാണ് ഈ ഒരു മസ്താൻ തുവാനോ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു മസ്താൻ തുവാനോ റയലിൽ സക്സസ് ആയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.